നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോണിൻ്റെ പിന്നിൽ ഒന്ന് നോക്കുക. അതിലെത്ര ക്യാമറകളുണ്ട്? 2, 3 അല്ലെങ്കിൽ 4? ഇനി ഒരു സിമ്പിൾ ചോദ്യം. ലോകത്തിലെ ഏറ്റവും മികച്ച DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകളിൽ പോലും ഒരു ലെൻസും ഒരു സെൻസറും മാത്രം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിലെ ചെറിയ മൊബൈൽ ഫോണിന് എന്തിനാണ് ഇത്രയധികം ക്യാമറകൾ? ഇതൊരു മാർക്കറ്റിംഗ് ട്രിക്കാണോ? അതോ എന്തെങ്കിലും വലിയ പരിമിതി മറികടക്കാനുള്ള ഒരു മാർഗമാണോ? ഇത് നിങ്ങൾ കരുതും പോലെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയേ അല്ല. ഇതിൻ്റെ പിന്നിൽ വളരെ ശക്തമായ ഫിസിക്സും ഒപ്റ്റിക്കൽ എഞ്ചിനീയറിങ്ങും കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയും പ്രവർത്തിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നാം മനസ്സിലാക്കുന്ന താഴെ പറയുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഒരു മൊബൈൽ ഫോണിന് പല ക്യാമറകൾ? എന്തുകൊണ്ട് ഒരു സിംഗിൾ സൂപ്പർ ക്യാമറ ഫോണിൽ ഉപയോഗിക്കുന്നില്ല? ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോംബസ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. ആദ്യം നമുക്ക് മെയിൻ ക്യാമറ നോക്കാം. ഇതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. മോഡേൺ മൊബൈൽ ക്യാമറകളിൽ അതിലെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 23 മില്ലിമീറ്റർ മുതൽ 26 മില്ലിമീറ്റർ റേഞ്ചിലായിരിക്കും. ഇത് സാധാരണയായി ഫോണിലെ ഏറ്റവും വലിയ സെൻസറുള്ള ഒരു ക്യാമറയായിരിക്കും. സെൻസർ എന്നത് ഒരു ഓബ്ജക്റ്റിൽ നിന്നുള്ള വെളിച്ചം, അതായത് ലൈറ്റ് ഫോട്ടോൺസ്, അത് സ്വീകരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്ന സെമി കണ്ടക്ടർ സർഫസാണ്. കൂടുതൽ വലിയ സെൻസറുകളുണ്ടെങ്കിൽ കൂടുതൽ ഫോട്ടോൺ സ്വീകരിക്കും. ഫോട്ടോൺസ് കൂടുതലായി ലഭിക്കുമ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മെച്ചപ്പെടും. അതുമൂലം ലോ ലൈറ്റ് സാഹചര്യത്തിൽ ലഭിക്കുന്ന ചിത്രത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടും. ഡൈനാമിക് റേഞ്ച് എന്നത് ഒരു ചിത്രത്തിൽ ഒരേ സമയം ബ്രൈറ്റ് ഭാഗങ്ങളും ഡാർക്ക് ഭാഗങ്ങളും വിശദമായി ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവാണ്. വലിയ സെൻസറുള്ള മെയിൻ ക്യാമറ സാധാരണയായി മികച്ച ഡൈനാമിക് റേഞ്ച് നൽകും. ഡൈനാമിക് റേഞ്ചിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് അൾട്രാ വൈഡ് ക്യാമറയാണ്. ഇത് വളരെ ചെറിയ ഫോക്കൽ ലെങ്തുള്ള ഒരു ലെൻസാണ്. 12 മില്ലിമീറ്റർ തൊട്ട് 18 മില്ലിമീറ്റർ വരെ ആയിരിക്കും ഇവയുടെ ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലെൻസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ മുതൽ ഇമേജ് സെൻസർ വരെയുള്ള ദൂരമാണ് നാം ഫോക്കൽ ലെങ്തായിട്ട് കണക്കാക്കുന്നത്. ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ ഫീൽഡ് ഓഫ് വ്യൂ അഥവാ കാഴ്ചയുടെ വിസ്തൃതി വർദ്ധിക്കും. അതുകൊണ്ടാണ് അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഭാഗം ഫ്രെയിമിൽ വരുന്നത്. ലാൻഡ്സ്കേപ്പ്, ആർക്കിടെക്ചർ, ഗ്രൂപ്പ് ഫോട്ടോ ഇവയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത്തരം ലെൻസുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിസ്റ്റോർഷൻ ഉണ്ടാക്കും, പ്രത്യേകിച്ച് ബാരൽ ഡിസ്റ്റോർഷൻ. ഇതുമൂലം ഇമേജിൽ കർവേച്ചർ ഇഫക്റ്റ് ഉണ്ടാകുന്നു. ഇത് ജോമെട്രിക് ഒപ്റ്റിക്സിൻ്റെ ഒരു സ്വാഭാവിക പരിമിതിയാണ്. ഇനി ടെലിഫോട്ടോ ക്യാമറ നോക്കാം. സൂം ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറയാതെ ചിത്രം ലഭിക്കണമെങ്കിൽ ഒപ്റ്റിക്കൽ സൂം തന്നെ വേണം. ഒപ്റ്റിക്കൽ സൂം എന്നത് ലെൻസ് അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ച് മാഗ്നിഫിക്കേഷൻ ഫിസിക്കലി വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഡിജിറ്റൽ സൂം എന്നത് സെൻസർ ക്യാപ്ചർ ചെയ്യുന്ന ഇമേജ് ക്രോപ്പ് ചെയ്ത് എൻലാർജ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഡിജിറ്റൽ സൂമിൽ ക്വാളിറ്റി കുറയുന്നത്. നിങ്ങൾക്കറിയാം, ഫോണുകൾ വളരെ തിന്നാണ്. വലിയ ഫോക്കൽ ലെങ്തുള്ള ലെൻസ് നേരിട്ട് വെർട്ടിക്കലി നമുക്ക് സ്ഥാപിക്കാനുള്ള സ്ഥലം അതിനുള്ളിലില്ല. അതുകൊണ്ടാണ് പെരിസ്കോപ്പ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. പെരിസ്കോപ്പ് ക്യാമറയിൽ ഒരു പ്രിസം അല്ലെങ്കിൽ ഒരു മിറർ ഉപയോഗിച്ച് ലൈറ്റ് 90 ഡിഗ്രി തിരിച്ച് ഫോണിൻ്റെ ഉള്ളിലേക്ക് ഹൊറിസോണ്ടലി യാത്ര ചെയ്യിക്കുന്നു. ഇതിലൂടെ ഒപ്റ്റിക്കൽ സൂം സാധ്യമാക്കുന്നു. അതുകൊണ്ട് നീളമേറിയ ടെലിഫോട്ടോ ലെൻസുകളുടെ ആവശ്യം ഇല്ലാതാകുന്നു. ചില ഫോണുകളിൽ മാക്രോ ക്യാമറ കാണാൻ കഴിയും. 2 തൊട്ട് 4 mm ആയിരിക്കും അവയുടെ ഫോക്കൽ ലെങ്ത്. മാക്രോ ഫോട്ടോഗ്രാഫി എന്നത് വളരെ ചെറിയ വസ്തുക്കൾ വളരെ അടുത്ത ഡിസ്റ്റൻസിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ചെറിയ ജീവികൾ, പൂക്കളുടെ ടെക്സ്ചർ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ, അവ തീരെ ചെറുതായിരിക്കും. ഇവയുടെയൊക്കെ ഇമേജ് വലുതാക്കി എടുക്കാൻ മാക്രോ ലെൻസ് ഉപയോഗിക്കുന്നു. മറ്റൊന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയാണ്. കളർ സെൻസറുകളിൽ നിന്ന് വ്യത്യസ്തമായി മോണോക്രോം സെൻസറുകളിൽ കളർ ഫിൽറ്റർ ഇല്ല. ഇത്
കുറഞ്ഞ വെളിച്ചത്തിൽ ഉയർന്ന കോൺട്രാസ്റ്റും മികച്ചതും വ്യക്തവുമായ ചിത്രങ്ങൾ പകർത്താൻ അനുവദിക്കുന്നു. മോണോക്രോം സെൻസറുകൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് ചിത്രത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ്. കൂടുതൽ പ്രകാശം ലഭിക്കുന്നതിനാൽ ഇത് ഉണ്ടാക്കുന്ന ഇമേജിൽ നോയിസ് തീരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺട്രാസ്റ്റ്, ഡീറ്റെയിൽസ് ഇവ ഉണ്ടായിരിക്കും. ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാതെ തന്നെ ചില ക്യാമറകളിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ ഉപയോഗിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ എടുക്കാൻ കഴിയും. അതുമൂലം ഹയസ്റ്റ് ഡീറ്റെയിൽസ്, കോൺട്രാസ്റ്റ് ആൻഡ് ട്രൂ ബ്ലാക്ക് എന്നിവ ലഭിക്കുന്നു. മൾട്ടി ക്യാമറ ഫ്യൂഷൻ എന്നൊരു സംഭവമുണ്ട്. പ്രൈമറി RGB കളർ സെൻസറിൽ നിന്നുള്ള ഡാറ്റ മോണോക്രോം വൈഡ് ആംഗിൾ അല്ലെങ്കിൽ ടെലിഫോട്ടോ സെൻസറിൽ നിന്നുള്ള ഡാറ്റയുമായി സംയോജിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു സെൻസറിൽ നിന്നുള്ള കളർ ഡാറ്റ മോണോക്രോം സെൻസറിൽ നിന്നുള്ള ഉയർന്ന വിശദാംശമുള്ളതും ലോ നോയിസ് ഡാറ്റയുമായി സംയോജിപ്പിക്കുന്ന മൂലം ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുന്നു. അതുകൊണ്ടാണ് ചില മുൻനിര ഫോണുകളിൽ ലോ ലൈറ്റിങ്ങിൽ പോലും മിഴിവാർന്ന ചിത്രങ്ങൾ ലഭിക്കുന്നത്. ഇനി ഡെപ്ത് സെൻസർ അഥവാ ലിഡാർ എന്താണെന്ന് നോക്കാം. ഇത് യഥാർത്ഥത്തിൽ ക്യാമറയല്ല, ക്യാമറ ലെൻസ് പോലെ നമുക്ക് തോന്നിക്കും. ഒരു ചെറിയ കറുത്ത വട്ടമായിട്ട് ഫോണിൻ്റെ പിറകെ കാണാൻ കഴിയും. ചില ഹൈ എൻഡ് ഫോണുകളിലാണ് ഈ ഫീച്ചർ ഉപയോഗപ്പെടുത്തുന്നത്. ലിഡാർ എന്നത് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ഇവിടെ ഫോണിൽ നിന്നും ഇൻഫ്രാറെഡ് ലൈറ്റ് പൾസസ് അയക്കുകയും റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചെത്തുന്ന സമയത്തെ അളക്കുകയും ചെയ്യുന്നു. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന അടിസ്ഥാന ഫിസിക്സ് ഫോർമുല ഇവിടെ ഉപയോഗിക്കുന്നു. ലൈറ്റിൻ്റെ വേഗത അറിയുന്നതിനാൽ പൾസ് തിരികെ എത്താനെടുത്ത സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണക്കാക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കി സോഫ്റ്റ്വെയർ വഴിയല്ലാതെ ഹാർഡ്വെയർ വഴി പെർഫെക്റ്റ് ബോക്കെ ഇഫക്റ്റ് ഉണ്ടാക്കാം. എക്സ്ട്രാ ഹാർഡ്വെയർ വേണ്ടതിനാൽ വില കൂടിയ ഫോണുകളിലായിരിക്കും ഇത് പൊതുവെ കാണപ്പെടുന്നത്. പോർട്രേറ്റ് മോഡിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, ഇതിനെ നമ്മൾ ബോക്കെ എന്നാണ് പറയുന്നത്, അതുണ്ടാക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ ലോ എൻഡ് ഫോണുകളിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇത് നിർവഹിക്കുന്നത്. ഇവിടെ ഡെപ്ത് കൂടി കണക്കാക്കാനുള്ള ഡാറ്റയും കൂടി ഉപയോഗിച്ചിട്ടാണ് ക്യാമറ ബോക്കെ സൃഷ്ടിക്കുന്നത്. ഒരു പ്രധാന ചോദ്യം ഇപ്പോഴും ബാക്കി: എന്തുകൊണ്ടാണ് ഒരു സിംഗിൾ പവർഫുൾ ക്യാമറ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാത്തത്? കാരണം ഫിസിക്സിൻ്റെ ലിമിറ്റേഷൻ തന്നെയാണ്. വലിയ ഫോക്കൽ ലെങ്ത്, വലിയ സെൻസർ, വൈഡ് ആംഗിൾ കേപ്പബിലിറ്റി എന്നിവ ഒറ്റ ലെൻസിൽ ഒരുമിച്ച് കൊടുക്കുന്നത് പ്രാക്ടിക്കലി അസാധ്യമാണ്. 8 mm തിക്നെസ് ഉള്ള ഒരു ഫോണിൽ പല ഫോക്കൽ ലെങ്ത്തുള്ള ലെൻസുകൾ ഒരുമിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതിനാലാണ് മൾട്ടി ക്യാമറ സിസ്റ്റം ഉപയോഗിച്ച് ഓരോ ലെൻസും ഓരോ പ്രത്യേക ജോലി ചെയ്യുന്നത്. അവസാനമായി പറയേണ്ടത്, മൾട്ടിപ്പിൾ ക്യാമറ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഗിമ്മിക്കല്ല. അത് ഫിസിക്സ് ആൻഡ് ടെക്നോളജിയുടെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനാണ്. തിൻ ഡിവൈസസിൽ മൾട്ടിപ്പിൾ ഫോക്കൽ ലെങ്ത്, ബെറ്റർ ലോ ലൈറ്റ് പെർഫോമൻസ്, ആക്യുറേറ്റ് ഡെപ്ത് സെൻസിങ്, ഒപ്റ്റിക്കൽ സൂം എന്നിവ സാധ്യമാക്കാനുള്ള എഞ്ചിനീയറിംഗ് കോംപ്രമൈസാണ് മൾട്ടി ക്യാമറ സിസ്റ്റം എന്നത്. അടുത്ത തവണ നിങ്ങളുടെ ഫോണിൻ്റെ പിന്നിൽ കാണുന്ന 3 ക്യാമറകൾ കണ്ടാൽ അത് വെറും ഡിസൈൻ അല്ല എന്ന് ഓർക്കുക. ടെക്നോളജി നമ്മുടെ കയ്യിൽ ചെറിയ രൂപത്തിൽ ഒതുങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലെ സാങ്കേതികത അതിശയകരമായ വലുപ്പത്തിലാണെന്ന് ഓർക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട കമൻറ്റുകളുണ്ടെങ്കിൽ ദയവായി നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ പ്ലീസ് സ്റ്റേ ക്യൂരിയസ് ടിൽ നെക്സ്റ്റ് ടൈം. താങ്ക് യു.